മോദിക്ക് തിരിച്ചടി ഉണ്ടായനെയെന്ന് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. കൊലപാതക കേസിൽ കന്നഡ സൂപ്പർ സ്റ്റാർ കൂട്ടിയിട്ടും ആ ഫുൾ A+ കാരികൾക്ക്. മലാവി വൈസ് പ്രസിഡന്റ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. സൗലോസ് ചിലിമ സഞ്ചരിച്ച വിമാനം കാണാതായത് ഇന്നലെ. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരും മരിച്ചു. വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വാർത്തകളിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എറണാകുളത്തെ കനത്ത തോൽവിയിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് വിലയിരുത്തൽ. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തോൽവിക്ക് കാരണമായി. സംഘടനാ ദൗർബല്യവും തിരിച്ചടിയായി. ഇടത് വോട്ടുകൾ BJPക്ക് കിട്ടിയെന്നും വിമർശനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ CPIയുടെ ജില്ലാ ഘടകങ്ങളിൽ CPMനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് CPMന്റെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിനെതിരെ വിമർശനം വരുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ള വിവരം വരുന്നത്. സ്വാഭാവികമായിട്ടും അത് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് ഇടവരുത്തുമെന്നതിൽ തർക്കമില്ല. എല്ലാം രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അപർണ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതായത് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം പോലും LDF സ്ഥാനാർത്ഥിയായ KJ ഷൈൻ ടീച്ചർക്ക് ലഭിക്കാതിരുന്നത് വലിയ നാണക്കേടായാണ് പാർട്ടി കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന CPM ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സർക്കാരിനെതിരായ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തോൽവിക്ക് വലിയ കാരണമായി. അതോടൊപ്പം സംഘടനയിലെ ചില ദൗർബല്യങ്ങളും തിരിച്ചടിയായെന്നും ഇന്ന് ചേർന്ന യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിയുടെ തന്നെ പ്രവർത്തകരുടെ വോട്ട് പോലും കൃത്യമായി ലഭിച്ചില്ല എന്നുകൂടി ഇന്നത്തെ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് CPMന്റെ വോട്ട് ബാങ്കുകളായ കളമശ്ശേരിയിലായിക്കോട്ടെ തൃക്കാക്കരയിലായിക്കോട്ടെ ഇവിടെ രണ്ടും പോലും പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ വോട്ട് കൃത്യമായി ലഭിച്ചിട്ടില്ല എന്ന വലിയ വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. സംഘടനാ തലത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി. ഏകോപനത്തിനും പ്രചാരണത്തിനുമൊക്കെ വലിയ രീതിയിൽ വീഴ്ചകൾ ഉണ്ടായി എന്നും ഇന്നത്തെ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, KJ ഷൈന്റെ തന്നെ മണ്ഡലമായ പറവൂരിൽ പോലും കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് BJPയിലേക്ക് വോട്ട് പോയിട്ടുണ്ട്. KS രാധാകൃഷ്ണൻ, BJP സ്ഥാനാർത്ഥിയായ KS രാധാകൃഷ്ണന് പറവൂരിലെ വോട്ട് പോലും പോയ ഒരു സാഹചര്യം ഉണ്ടായി എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇടത് വോട്ടുകൾ BJPക്ക് വലിയ രീതിയിൽ ലഭിക്കുകയുണ്ടായി. BJPയുടെ ഈ വോട്ട് ഉയരുന്നതിന് അത് ഇടതിന്റെ തന്നെ വോട്ടുകളാണ് BJPക്ക് ലഭിച്ചതെന്നും ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം നമുക്ക് ലഭ്യമാകും. സ്ഥലം MLA കൂടിയായ കളമശ്ശേരിയുടെ തന്നെ എറണാകുളം ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി P രാജീവിന്റെ മണ്ഡലത്തിൽ പോലും കളമശ്ശേരിയിൽ പോലും വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്നുകൂടി വിലയിരുത്തിയിട്ടുണ്ട്. അപർണ. റൈറ്റ്. നവമി ദിനേശ് വിവരങ്ങൾ നൽകി. ഉത്തർപ്രദേശിൽ BJPക്ക് നേരിട്ട തിരിച്ചടി അവസരമാക്കി കോൺഗ്രസ്. വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചെങ്കിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടേനെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPക്ക് അയോധ്യ സീറ്റ് നഷ്ടമായി. അയോധ്യയിൽ മാത്രമല്ല വാരണാസിയിലും മോദിക്ക് തിരിച്ചടി ഉണ്ടായേനെ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. റായ്ബറേലിയിൽ നടന്ന ചടങ്ങിലായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. सिर्फ अयोध्या में नहीं भाई और बहनों, सिर्फ अयोध्या में नहीं, वाराणसी में जान बचा के निकले हैं प्रधानमंत्री। और बहन से कह रहा हूं, अगर ये लड़ जाती वाराणसी में, अगर ये लड़ गई होती तो आज हिंदुस्तान के प्रधानमंत्री 2-3 लाख वोटों से वाराणसी का चुनाव हार जाते। मैं ये बात अहंकार से नहीं कह रहा हूं, मैं ये इसलिए कह रहा हूं क्योंकि हिंदुस्तान के प्रधानमंत्री को हिंदुस्तान की जनता ने मैसेज दिया है
ये आपकी जो राजनीति है हमें अच्छी नहीं लगी। हम इसके खिलाफ हैं, हम नफरत के खिलाफ हैं, हम हिंसा के खिलाफ हैं, हम मोहब्बत का देश चाहते हैं, हम प्रगति चाहते हैं, हम बेरोजगारी के खिलाफ हैं। आपने 10 साल इस देश में बेरोजगारी फैलाई, नफरत फैलाई, हिंसा फैलाई और हिंदुस्तान की जनता ने हिंदुस्तान के प्रति എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഉളുപ്പുണ്ടോ? ഞങ്ങൾക്ക് നാണോ? സഭാ സുരേഷ് ഗോപിയെ സഹായിച്ചെന്ന പരോക്ഷ പരാമർശവും മുഖ്യമന്ത്രി ഉയർത്തും. സഭാ സുരേഷ് ഗോപിയെ സഹായിച്ചെന്ന പരോക്ഷ പരാമർശവും മുഖ്യമന്ത്രി ഉയർത്തും. ആ വോട്ടുകൾ ബിസിനസ് മാറ്റം വന്നിട്ടുണ്ട്. മാസപ്പടി വിവാദത്തിൽ നിങ്ങൾ LDF-ന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഒക്കെ ഉദ്ദേശിച്ച് അഡ്വർടൈസ് ചെയ്തതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് 9.81 86,965 വോട്ട് നിങ്ങൾ കുറഞ്ഞു. എവിടെയാ പോയ ഈ വോട്ടെല്ലാം? മൂന്നാം മോദി സർക്കാരിൽ ചുമതലയേറ്റ മന്ത്രിമാർ അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ഓഫീസിലെത്തി ചുമതലയേറ്റു. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാരായും ചുമതലയേറ്റെടുത്തു. സുരേഷ് ഗോപി പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെയും ജോർജ് കുര്യൻ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെയും ചുമതലയാണ് ഏറ്റെടുത്തത്. ഗൌരവമുള്ള ദൌത്യമാണെന്നും ഒരിടത്തും നിരാശനാകില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. Have to learn the ministry, the ministry's dispersal, responsibility and capacity, and how I can be a participant in enhancing the dispersal capacity of the ministry. I am worried about my films, my Prime Minister, my Home Minister. They are my two solid leaders. Nadda ji, the three of them will call me for a meeting. They will inquire into my dire needs and then set the standard of my ministry to facilitating to pursue my passion. നേരത്തെ വന്നിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും ന്യൂനപക്ഷ മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട മന്ത്രാലയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ കോഴിക്കോടെത്തും. നാളെ രാവിലെ കോഴിക്കോട് തളിക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തും. കണ്ണൂർ പയ്യാമ്പലത്ത് മാരാജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി തുടർന്ന് EK നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണും. വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മറ്റന്നാൾ തൃശൂരിലെത്തും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. NDA യോഗം ചന്ദ്രബാബു നായിഡുവിനെ നേതാവായി തെരഞ്ഞെടുത്തു. ജനസേനാ നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകും. മന്ത്രിസഭയിൽ BJPക്ക് 2 അംഗങ്ങൾ ഉണ്ടാകും. അമരാവതി തന്നെ ആന്ധ്രയുടെ തലസ്ഥാനമാകുമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. നാളെ രാവിലെ 9:30 ഗന്നവാരത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. മോഹൻ മാജി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി. നാളെ ഭുവനേശ്വറിലാണ് സത്യപ്രതിജ്ഞ. ഭുവനേശ്വറിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗമാണ് മോഹൻ മാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും MP-മാരുമായി കേന്ദ്ര നിരീക്ഷകരായ രാജ്നാഥ് സിംഗും ഭൂപേന്ദ്ര യാദവും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് മോഹൻ മാജിയെ തെരഞ്ഞെടുത്തത്. BJPക്ക് നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി RSS. യഥാർത്ഥ ജനസേവകന് അഹന്ത പാടില്ലെന്നാണ് മോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് RSS സർ സംഘചാലക് മോഹൻ ഭഗവത്തിന്റെ പരാമർശം. തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടില്ല. മണിപ്പൂർ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. മണിപ്പൂരിനെ കുറിച്ച് കഴിഞ്ഞ 1 വർഷമായി ഇത് തന്നെയാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതെന്ന് NCP MP സുപ്രിയ സുലെ പ്രതികരിച്ചു.
മൂന്നാം വട്ടവും അധികാരത്തിലേറിയ ബി.ജെ.പി. സർക്കാരിനെ അഭിനന്ദിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. മണിപ്പൂരിൽ നടന്നതുപോലെയുള്ളവ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപിയും ജോർജ് കുര്യനെയും മന്ത്രിസഭയിലെടുത്തത് നരേന്ദ്രമോദി സർക്കാരിന് കേരളത്തോടുള്ള കരുതലായി കാണുന്നുവെന്നും സഭ വാർത്താക്കുറിപ്പ് ഇറക്കി. വിഴിഞ്ഞം വലിയ കടപ്പുറത്ത് വിദ്യാർത്ഥിയെ കടലിൽ കാണാതായി. വിഴിഞ്ഞം സ്വദേശി ഹെനോക്കിനെയാണ് കാണാതായത്. ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. കടലിനടുത്ത സ്റ്റേഡിയത്തിൽ കളിച്ചിട്ട് മൂവർ സംഘം കടലിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട കുട്ടിയെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6575 രൂപ, പവന് 52,600. 18 ക്യാരറ്റ് ഗ്രാമിന് 5480, പവന് 43,840 രൂപയും. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.